അങ്ങനെ പൂജ എല്ലാവരും ഇരിക്കുന്ന ഹാളിലേക്ക് വരികയാണ്. അപ്പോൾ വസന്തൻ പറയുന്നത് പൂജ വന്നിട്ട് ഞാൻ കാര്യം പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവർ ചോദിച്ചിട്ട് പോയി ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ പൂജ ചോദിക്കേണ്ടത് എന്താണ് അങ്കിൾ കാര്യമെന്ന്. അപ്പോൾ വസന്തൻ പറയുന്നുണ്ട് മധുവിന് ഉടൻ തന്നെ സ്നേഹസദനത്തിലേക്ക് പോകാം. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാൻ കേട്ടോ. പ്രിയയുടെ എല്ലാ പ്ലാനുകളും അടുത്തറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മധുവിനെ സ്നേഹസദനത്തിലെത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അവസാനം അത് സാധിച്ചു എന്ന് പറഞ്ഞിട്ട് വസന്തൻ ചിരിക്കുകയാണ്. അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് അങ്കിൾ ഇതെങ്ങനെ ഒപ്പിച്ചു? അപ്പോൾ വസന്ത പറയുന്നത് ഞാൻ മല്ലികയോട് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പിന്നീട് അമ്മ അമ്പലദർശനം കഴിഞ്ഞ് അമ്മയും എത്തി. പിന്നീട് ഞാനും അമ്മയും കൂടി ഒരു പ്ലാനിങ് നടത്തി. അങ്ങനെയാണ് എല്ലാം റെഡി ആയതെന്ന് പറയാം കേട്ടോ. അപ്പോൾ മധുവിനൊരു സംശയം കേട്ടോ, അമ്മയ്ക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ വസന്തൻ പറയുന്നുണ്ട് അത് നിങ്ങൾ അമ്മായും മരുമകളും നേരിട്ട് കണ്ട് സംസാരിച്ച് തീർത്താൽ മതി. ഇതെല്ലാം കേൾക്കുമ്പോൾ ഗരകേച്ചി പറയാണ് അപ്പോൾ ഇനി പ്രിയയുടെ കള്ളത്തരങ്ങളെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് കേട്ടോ. അപ്പോൾ പൂജ പറയാണ് അങ്ങനെ പെട്ടെന്ന് പിടിതരുന്ന ആളല്ല പ്രിയ, അവളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതല്ലേ. അങ്ങനെ പൂജ മധു ആൻറ്റിനോട് പറയുന്നുണ്ട് ആൻറ്റി ആദ്യമായിട്ട് ചെയ്യേണ്ടത് പ്രിയയുമായിട്ട് നല്ലൊരു കൂട്ടുണ്ടാക്കുക എന്നതാണ്. പ്രിയയുടെ നല്ലൊരു കൂട്ടുകാരിയായിട്ട് അവൾക്ക് തോന്നണം. പിന്നീട് നോക്കേണ്ടത് അവൾ ആരോടൊക്കെ സംസാരിക്കുന്നു, എപ്പോഴൊക്കെ ഫോൺ ചെയ്യുന്നു, ആരൊക്കെയാണ് വിളിക്കുന്നത്, അവൾ വല്ല ഡയറിയോ പുസ്തകങ്ങളോ സൂക്ഷിക്കുന്നുണ്ടോ, അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ മധു പറയുന്നുണ്ട് ഞാൻ ഒക്കെ ഏറ്റുമോളെ, കാര്യങ്ങൾ ഞാൻ ഒന്നൊന്നായി പരിശോധിക്കും. എന്നെപ്പോലെ പ്രിയയെ മനസ്സിലാക്കിയ വേറൊരാൾ ലോകത്തില്ല, അതുകൊണ്ട് എല്ലാം ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ മഹേശ്വരമ്മ പറയുകയാണേ പിന്നെ മധു ഒരു കാര്യം, നീ എന്തെങ്കിലും ദുരുദ്ദേശത്തിൻ്റെ പിന്നിലാണ് സ്നേഹസദനത്തിൽ കയറിയതെന്ന് ആർക്കും തോന്നരുത്. ഇല്ലമ്മേ, ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ തന്നെ ഞാൻ അവിടെ പെരുമാറും, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പം പൂജ പറയുന്നതിന് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ കൈമാറണം കേട്ടോ ആൻറ്റി എന്ന് പറയാണ്. ഇനി സീരിയസ് ആയിട്ട് വല്ലതും കിട്ടിയാൽ നേരിട്ട് വന്ന് തന്നെ പറഞ്ഞാൽ മതി. പിന്നീട് വസന്ത പറയുന്നുണ്ട് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവൾ അവിടെ നിന്ന് മുങ്ങിക്കളയും, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അവസാനം എല്ലാ ഉപദേശവും കേട്ടതിന് ശേഷം മധു പറയാണ് സ്നേഹസദനത്തിലെ എൻ്റെ ജീവിതം സന്തോഷകരമാവാനും എത്രയും പെട്ടെന്ന് പ്രിയയെക്കുറിച്ചുള്ള തെളിവുകൾ കിട്ടുവാനും വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാവരും ഓക്കെ എന്ന് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ മധു സ്നേഹസദനത്തിലേക്ക് പുറപ്പെടുകയായി. പിന്നീട് കാണിക്കുന്നത് സീതമ്മയുടെ വീടാണ് കേട്ടോ. അവിടെ നന്ദഗോപനും അരുണിമയും എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ സീതമ്മയോട് പറയുന്നുണ്ട് ഞാനാണ് നേരത്തെ വിളിച്ച നന്ദഗോപൻ. അപ്പോൾ സീതമ്മ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാത്തു നിന്നത്. അപ്പോൾ നന്ദഗോപൻ പറയുന്നത് താങ്കളായിരുന്നില്ലേ അഞ്ജനയുടെ മകൾ റാണിയെ വളർത്തിയിരുന്നത്? അപ്പോൾ സീതമ്മ പറയുന്നുണ്ട് ഞാനാണ് സീതമ്മ, അവളുടെ വളർത്തമ്മയും. ഒരു നല്ല രീതിയിലൊക്കെ ആയപ്പോൾ അവളെന്നെ സഹായിച്ചു, അങ്ങനെയാണ് ഞാൻ ഈ വീടൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയാൻ. പിന്നീട് അരുണും പറയണ്ടേ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറയാം, ആദ്യം ഞങ്ങൾക്ക് അഞ്ജനയെ ഒന്ന് കാണാം, അവളെ കണ്ടുപിടിക്കാൻ ചേച്ചി ഞങ്ങളെ സഹായിക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സീതമ്മ പറയുന്നുണ്ട് അഞ്ജനയെ ആ ദുഷ്ടനെ കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിൽ തള്ളിയിരിക്കല്ലേ കേട്ടോ. ഇത് കേട്ടത് നന്ദഗോപൻ ഷോക്കാവാൻ കേട്ടോ. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരൊക്കെ എന്തിനാണ് ദൈവം ഭൂമിയിലിട്ടിരിക്കുന്നത് എനിക്കറിയില്ല. നിങ്ങളാണ് റാണിയുടെ അച്ഛനെങ്കിൽ അഞ്ജനയെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അഞ്ജനയ്ക്ക് ഒരു കുഴപ്പവുമില്ല, അവളുടെ ഭർത്താവ് അവളെ ഭ്രാന്തിയാക്കി അവളുടെ സ്വത്തൊക്കെ പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അവളെ രക്ഷിക്കണം എന്നൊക്കെ സീതമ്മ പറയാൻ കേട്ടോ. അപ്പോൾ അരുണിമ തലകുലുക്കി സമ്മതിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മധു സ്നേഹസദനത്തിൽ എത്തിയതാട്ടോ. അവർ വന്നിട്ട് മീനാക്ഷി അമ്മയെ അമ്മയെന്ന് വിളിക്കുമ്പോൾ മീനാക്ഷി അമ്മ ചുറ്റും നോക്കുന്നുണ്ട്. എന്നിട്ട് മധുവിനോട് ചോദിക്കുന്നുണ്ട് നീ വന്നോ, നീ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ, എന്തായാലും നീ വന്നതൊരു ആശ്വാസമായി, ഇനി നീ കുരുത്തക്കേടൊന്നും കാണിക്കില്ലല്ലോ അമ്മേ, അതൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് മധു ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വസന്തൻ പറയുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ മധു ആളാകെ മാറി, അവളുടെ മനസ്സിപ്പോൾ ക്ലീനാണ്, പരിഭവമോ പരാതികളോ ഒന്നുമില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിശ്വനാഥൻ സാർ വരുന്നത്. സാറിനെ കാണുന്ന വസന്ത പറയുന്നുണ്ട് അമ്മ സാറേ എന്ന്. അപ്പോൾ മീനാക്ഷി അമ്മ അവരുടെ സ്വഭാവം ആകെ മാറ്റി പിടിക്കാൻ കേട്ടോ. അങ്ങനെ വിശ്വനാഥൻ സാർ പറയുന്നുണ്ട് മധു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വസന്തന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇവിടെ ശമ്പളമൊന്നുമില്ല കേട്ടോ, മീനാക്ഷി അമ്മയെ സഹായിക്കുക എന്നുള്ളതാണ് മധുവിൻ്റെ മെയിനായിട്ടുള്ള കർമ്മം. അപ്പോൾ മീനാക്ഷി അമ്മ പറയാം എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട. അപ്പോൾ വിശ്വാസം പറയും എന്നാൽ മധുമതയെ പറഞ്ഞു വിട്ടേക്കാം. ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രിയ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയ പറയാണ് മീനാക്ഷിയമ്മയും ഇവിടെ വേണം, മധു ആൻറ്റി ഇവിടെ വേണം. അപ്പോൾ മീനാക്ഷിയമ്മ പറയാണ് പ്രിയ കുഞ്ഞ് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിർത്തിയേക്കാം. അപ്പോൾ ഇന്ന് മുതൽ സേവനം ആരംഭിക്കാം എന്ന് പറഞ്ഞ് വിശ്വനാഥനകത്തേക്ക് പോവാൻ കേട്ടോ. ഉടനെ തന്നെ പ്രിയയും പോകുന്നുണ്ട്. അപ്പോൾ മധുവിനോട് വസന്തം പറയുന്നുണ്ട് നീയും പൊക്കോ അവളുടെ കൂടെ. അങ്ങനെ മധു പ്രിയയുടെ കൂടെ അവളുടെ റൂമിലേക്ക് പോവാൻ കേട്ടോ. പ്രിയ ആകട്ടെ പുറത്ത് ചെന്ന് നിന്ന് എന്തൊക്കെയോ ആലോചിക്കാൻ. തൊട്ട് പിന്നാലെ തന്നെ മധു അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് പറയാണ് മോളെ പ്രിയ അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നിച്ചൂലേ? അപ്പോൾ പ്രിയ തല കുലുക്കി ആ എന്ന് പറയാണ്. ജീവിതമാകുന്ന സാഗരത്തിൽ നമ്മൾ വീണ്ടും കണ്ടു എന്ന് പ്രിയ പറയുമ്പോൾ മധു ചോദിക്കുകയാണ് എങ്ങനെ?
അപ്പോൾ പ്രിയ പറയാൻ ജീവിതം ഒരു സാഗരമല്ല ആൻറ്റി, ആ സാഗര തീരത്ത് നമ്മൾ വീണ്ടും എന്ന് കണ്ടുമുട്ടി എന്ന് പറയുകയായിരുന്നു. അപ്പോൾ മധു പറയുന്നുണ്ട് പണ്ട് മുതലേ നമ്മൾ ഏത് കാര്യത്തിനും ഒറ്റക്കെട്ടായിരുന്നു. അപ്പോൾ പ്രിയ അതെ, പക്ഷെ ദുഷ്ടതയ്ക്ക് വേണ്ടിയാണ് അന്ന് നമ്മൾ ഒന്നിച്ചത്. അത് തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല. നമ്മൾ ഒരുപാട് ദുഷ്ടതകൾ ചെയ്തു അല്ല ആൻറ്റിയും ചോദിക്കട്ടെ മധുവിനോട്. ഒരുപാട് കുഴപ്പങ്ങളും ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ മധുവിന്റെ മുഖം വല്ലാണ്ടാവുകയാണ്. അവൾ ചുറ്റും നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് മോളെ ഒന്ന് പതുക്കെ പറ. അപ്പോൾ പ്രിയ പറയാണ് എനിക്കൊന്നും മറച്ചു വെക്കുന്നത് ഇഷ്ടമല്ല ആൻറ്റി, ലോകം എൻ്റെ തെറ്റുകളെല്ലാം അറിയട്ടെ. ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം എല്ലാവരും അറിയണം. ഇങ്ങനെയൊക്കെ പ്രിയ പറയുമ്പോൾ മധു പറയാണ് മോൾ ഇത്രയും വിശാലമായി ചിന്തിക്കുന്ന ആളാണെന്ന് ഇപ്പോഴാണ് ആൻറ്റി അറിയുന്നത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് പ്രിയ പറയാൻ ഞാൻ ഒരു സാധാരണക്കാരിയാണ് ആൻറ്റി. അപ്പോൾ മധു പറയുന്നുണ്ട് എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. ഇനി മുതൽ നമ്മൾ എന്നും കാണും, സംസാരിക്കും, നമുക്ക് നല്ല കൂട്ടുകാരാകാം എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയാൻ കേട്ടോ. അപ്പോൾ പ്രിയ പറയാണ് നല്ലൊരു കൂട്ടുകാർ എന്ന വാക്കില്ല ആൻറ്റി, കൂട്ടുകാർ എല്ലാവരും നല്ലവരാണ്. ആൻറ്റി എനിക്കും നല്ലവരാണ്. കുറച്ചു കാലം ജീവിച്ച് മരിക്കുന്നവരല്ലേ നമ്മൾ. ഇത് കേൾക്കുമ്പോൾ മധു പറയണേ എന്തൊക്കെ മോളെ നീ പറയുന്നത്, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ആൻറ്റി എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ്. ആൻറ്റിയെ മറക്കാൻ എനിക്കൊട്ടും കഴിയത്തില്ല എന്നൊക്കെ പ്രിയ പറയാൻ കേട്ടോ മധുവിനോട്. അപ്പം മധു പറയാൻ താങ്ക് യു മോൾ, ഞാൻ ഈ എപ്പോഴും മോളോടൊപ്പം ഉണ്ടാവും. മോൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ഈ ആൻറ്റിയോട് പറഞ്ഞാൽ മതി, ഞാൻ സാധിച്ചു തരും എന്ന് പറയാൻ കേട്ടോ. മോൾക്ക് ഏത് കാര്യവും എന്നോട് പറയാം, എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് സംസാരിക്കും. ഇങ്ങനെ മധു പറയുമ്പോൾ അത് അത്രയേ ഉള്ളൂ ആൻറ്റി എന്ന് പ്രിയയും പറയാം കേട്ടോ. ഞാൻ മുൻപ് ആൻറ്റിയെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്, ആ വിഷമങ്ങളെല്ലാം നമുക്ക് മാറ്റണം. അപ്പോൾ മധുവും അതേ മോളെ എന്ന് പറയാണ്. ഈ സ്നേഹസദനത്തിൽ നമുക്ക് സ്നേഹത്തിൻ്റെ പൂക്കൾ വിരിയിക്കണം. അപ്പോൾ പ്രിയയും അത് ഓക്കെ എന്ന നിലയിൽ തല കുലുക്കി ചിരിച്ചുകൊണ്ട് സമ്മതിക്കാം കേട്ടോ. പിന്നീട് മധു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ വസന്തേട്ടൻ പറഞ്ഞിട്ടുള്ള അഭിനയമാണ് ഞാൻ കാണിച്ചത്. പക്ഷേ ഞാൻ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അമ്മയെ വീട്ടിൽ നിന്നും ഇറക്കി സ്നേഹസദനത്തിൽ കൊണ്ടാക്കി ഒരു അനാഥയെ പോലെ ഉപേക്ഷിച്ച് കളഞ്ഞു. എല്ലാത്തിനും അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് മധു പറയുമ്പോൾ മീനാക്ഷി അമ്മ പറയണം മതി മതി, എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ, വീണ്ടും മാപ്പ് പറയണ്ട, ഒന്നും പറയണ്ട, എൻ്റെ മനസ്സ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അമ്മ മധുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. മധു മീനാക്ഷി അമ്മയുടെ നെറ്റിയിൽ ചുംബിച്ചിട്ട് അവളും കെട്ടിപ്പിടിക്കാൻ കേട്ടോ. പിന്നീട് അർജുൻ്റെ വീടാണ് കേട്ടോ. അവിടെ പൂജയും അഖിലും സ്നേഹയും മാധുരമ്മയും കനകേച്ചിയും മഹേശ്വരമ്മയും എല്ലാവരും കൂടിയിട്ട് ആ CCTV ദൃശ്യങ്ങൾ വീണ്ടും ടിവിയിലിട്ട് പ്ലേ ചെയ്ത് നോക്കാൻ കേട്ടോ. എന്നിട്ട് പൂജ പറയുന്നുണ്ട് സ്നേഹ നമുക്ക് ഈ ദൃശ്യത്തിന് തൊട്ട് മുൻപുള്ള സീനൊന്ന് കാണണം, അത് നമ്മൾ കണ്ടെത്തണം എന്നവർ പറയുമ്പോൾ മഹേശ്വരിയമ്മ എന്നിട്ട് ചോദിക്കും പൂജമോളെ സ്നേഹമോളെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉഷാറെല്ലാം ചോദിക്കുമ്പം ഡബിൾ ഉഷാറാണ് എന്ന് പൂജ പറയുന്നുണ്ട്. ഞങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ ഞങ്ങൾ അപ്പോൾ തന്നെ അച്ഛനെ അറിയിക്കുന്നുമുണ്ട്. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും അവൻ ഇങ്ങെത്തുമെന്ന് എൻ്റെ മനസ്സിപ്പോൾ പറയാണെന്നൊക്കെ പറയേണ്ടത് മഹേശ്വരിയമ്മ. അപ്പോൾ മാധുര്യം പറയേണ്ടത് അമ്മ സമാധാനമായിട്ടിരിക്കെ നൂലുകെട്ടിന ദിവസത്തിൻ്റെ അന്ന് അർജുൻ ഇവിടെ എത്തുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മഹേശ്വരിയമ്മ പറയേണ്ടത് നൂലുകെട്ടിന് ഇനി വെറും 3 ദിവസമേ അല്ലേ ഉള്ളൂ. അപ്പോൾ പൂജ പറയുന്നുണ്ട് അതേ അച്ഛമ്മേ, 3 ദിവസം എന്ന് പറഞ്ഞാൽ 75 മണിക്കൂറല്ലേ, അത്രയും ദിവസം തന്നെ ആ ചേട്ടന് വേണ്ടിയിട്ടുള്ള തെളിവ് ശേഖരിക്കാൻ സമയം ധാരാളമാണ്. അപ്പോൾ കനകേച്ചി പറയുന്നത് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, അർജുൻമോൻ ഇവിടെ തിരിച്ചു വരുന്നതും നമ്മളെല്ലാവരും സന്തോഷിക്കുന്നതുമല്ല. അപ്പോൾ അഖിൽ പറയാണ് ആ സ്വപ്നം ഞങ്ങൾ ദിവസവും കാണുന്നുണ്ട് കനകേച്ചി, അർജുനൻ ഇവിടെ വരുന്ന ദിവസം നമ്മളൊരു ആഘോഷമാക്കുമെന്നൊക്കെ അഖിലും അഭിപ്രായപ്പെടുകയാണ് കേട്ടോ. പിന്നീട് മാധുരി ചോദിക്കുന്നുണ്ട് ആ CA ഇതിനെല്ലാം തടസ്സം നിൽക്കുമോ മോളെ. അപ്പോൾ പൂജ പറയും തടസ്സം നിൽക്കും അമ്മേ, പക്ഷെ അയാൾ ഒന്നിടുമ്പോൾ നമ്മൾ 9 കാര്യങ്ങൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കും. അവൾ കനകേച്ചി പറയാണ് എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ സ്വാതി ഒന്ന് കാണാം, അവളെ ഒരു പാഠം പഠിപ്പിക്കണം. പിന്നീട് നന്ദഗോപൻ പൂജയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മോളെ നീ വീട്ടിലാണോ? ഞാനും അമ്മയും കൃഷ്ണപുരത്താണ്, അവിടെ അഞ്ജനയെ കാണാൻ വന്നിരിക്കുകയാണ്, മോൾക്കറിയാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് അഞ്ജനാമ്മയെ കണ്ടു വച്ചാ? ഇല്ല മോളെ, അവരിപ്പോൾ സ്ഥലത്തില്ല. ഞങ്ങൾ ആദ്യം ആ റാണിയെ വളർത്തിയ സ്ത്രീയില്ലേ അവരെ കണ്ടു. അവരാണ് പറഞ്ഞത് അഞ്ജനയുടെ മാനസിക നില തെറ്റിയിട്ട് ഭ്രാന്താശുപത്രിയിലാക്കിയിരിക്കുകയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ പൂജ ആകെ ഷോക്കാണ്. അഞ്ജനാമ്മയെ ഹോസ്പിറ്റലിലാക്കിയെന്നോ? ഇല്ല അച്ഛാ, ഒരിക്കലും ആശുപത്രിയിലൊന്നും ആയിരിക്കില്ല. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഇല്ല മോളെ, അവർ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അവരുടെ ഭർത്താവും മോനും കൂടി കൂടെയുണ്ടെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പൂജ പറയുന്നുണ്ട് ഇല്ല അച്ഛാ, ഇതിലെന്തോ ചതിയുണ്ട്. ആ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വരില്ല, ഇത് ആ അമ്മയെ ആരോ എന്തോ കെണിയിൽ പെടുത്തിയതാ. മാനസിക നില തെറ്റിയ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള എന്തോ ഒരു നീക്കമുണ്ട് അച്ഛാ. പാവമാണ് അമ്മ, അച്ഛനൊന്ന് രക്ഷിക്കണം എന്നൊക്കെ പൂജ പറയാനുണ്ട്. അപ്പോൾ നന്ദകവും പറയുന്നുണ്ട് ഇനി യഥാർത്ഥത്തിൽ അവൾക്ക് മാനസിക പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് ഇല്ലച്ചാ, ഞാൻ 100% പറയുന്നു ഇതിലെന്തോ ഒരു ഗൂഢാലോചനയുണ്ട്. ഒരു ഭ്രാന്തി എന്ന് സ്ഥാപിച്ചെടുത്തതിനു ശേഷം അവർക്കെന്തോ നേടാനുണ്ട്. അതിനുവേണ്ടി ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന നാടകമാണിത്, അതെനിക്ക് ഉറപ്പാണ്. അച്ഛൻ ഇപ്പോൾ എവിടെയുണ്ട്, നമുക്ക് അന്വേഷിക്കാം, ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അച്ഛ എന്ന് പൂജ പറയാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നീ ഇനി ഇങ്ങോട്ടേക്ക് വരുമൊന്നും വേണ്ട, അച്ഛൻ അവരെ കണ്ടുപിടിക്കാം.
എന്തായാലും അഞ്ജനയെ കണ്ടുപിടിച്ചേ പറ്റൂ, എങ്കിലേ ആ കമ്മീഷൻ എവിടെയാണെന്ന് അറിയാൻ പറ്റും. അച്ഛാ, അഞ്ജനാമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ പ്രശ്നമില്ല. അവർക്ക് നല്ല ഓർമ്മശക്തി. ഞാൻ അവിടെയുള്ള സമയത്ത് പോലും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. ഇതെന്തോ ഒരു ചതിയാണ്, എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അവരെ ഇങ്ങനെ വരുത്തി തീർക്കുന്നത്. അതിന് പിന്നിൽ ആ ഭർത്താവും മകനും തന്നെയാകും. എന്തായാലും അച്ഛൻ അവരോട് കാര്യങ്ങൾ ചോദിക്കണം, അപ്പോൾ എല്ലാം വ്യക്തമാകും. എന്തായാലും മോള് പറഞ്ഞതുപോലെ ഞാൻ കണ്ടുപിടിക്കാം. ഏത് മെൻ്റൽ അസുഖത്തിലായാലും ഞാൻ കണ്ടുപിടിക്കും, അവരെ കണ്ട് സംസാരിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ നന്ദഗോപൻ പൂജയോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വസന്തൻ അർജുൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ സ്നേഹ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. സ്നേഹ ചോദിക്കുന്നുണ്ട്, അങ്കിളെ എന്തായി, മധുവാൻ്റിയുടെ പദ്ധതികൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല മോളെ. ഒന്നുകിൽ അവൾ ബുദ്ധിപൂർവ്വമായിട്ട് കളിക്കും, അല്ലെങ്കിൽ അവൾ പൂർണ്ണമായിട്ടും ഇതിൽ മാറി നിൽക്കുക. ഇത്രയും ദിവസത്തെ ജയിൽവാസം കൊണ്ട് ഒരുപക്ഷെ അവൾ മാറിയിരിക്കാം എന്നൊക്കെ വസന്ത പറയുമ്പോൾ സ്നേഹ ചോദിക്കണ്ടേ, പ്രിയ അല്ലെങ്കിൽ പിന്നെ ആര്? നമുക്ക് ഈ കേസ് വിജയിക്കണമെങ്കിൽ നമ്മൾ കണ്ടെത്തിയേ മതിയാകും. നമ്മളെ അറിയുന്ന ആരോ ഇതിന് പിന്നിലുണ്ട്. പിന്നീട് അഖിൽ വന്നിട്ട് ചോദിക്കണ്ടേ, എന്തായി, മധു ആൻറ്റി സ്നേഹസദനത്തിൽ സെറ്റായോ? അപ്പോൾ വസന്ത പറയുന്നുണ്ട്, മധു പ്രിയയെ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾക്ക് പുറത്തു നിന്ന് ഒരു കോണ്ടാക്റ്റുമില്ല. ഇത് കേൾക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് അർജുനേട്ടനെ കൊടുക്കാൻ സ്വാതിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? പുറത്ത് ആരുടെയോ സഹായമില്ലാതെ ഇതൊന്നും നടക്കില്ല എന്ന് സ്നേഹ പൂർണ്ണമായി അവകാശപ്പെടുകയാണ്. സ്വാതിക്കാണെങ്കിൽ ഈ വീട്ടിൽ ആരെയും പരിചയവുമില്ല. പൂജേച്ചി അർജുനേട്ടനെ കണ്ടുമുട്ടിയപ്പോഴുള്ള കാര്യങ്ങൾ സ്വാതി എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിയാവുന്ന ഒരേ ഒരാൾ പ്രിയയാണ്. അപ്പോൾ അവൾ പറഞ്ഞിട്ടായിരിക്കും സ്വാതി വന്നത്. അർജുനേട്ടനെ ഈ കേസിൽ കുടുക്കിയെങ്കിൽ അതിന് പിന്നിൽ പ്രിയ തന്നെയായിരിക്കും. അപ്പോൾ വസന്ത പറയുന്നുണ്ട്, പ്രിയ ഒരു പക്ഷെ ആരുമായിട്ടൊരു ബന്ധപ്പെടുന്നുമില്ല. ഇതൊക്കെ ആസ്പദമായിട്ടുള്ള സംശയങ്ങൾ നീക്കങ്ങളോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണ്ടേ? ഞാൻ അവളെ പലതവണ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അവളുടെ പ്രതികരണം ഒന്നും അറിയാത്തവരെ പോലെയാണ്. അപ്പോൾ അഖില് പറയുന്നുണ്ട്, അവൾ പഠിച്ച കള്ളിയാണെങ്കിലേ. പ്രിയയെ പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയും വേറെയില്ല. അപ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട്, ഇനി മധു ആൻറ്റിയും പ്രിയയും കൂടി ഒന്നിച്ച് കളിക്കുന്ന നാടകമൊന്നും അല്ലല്ലോ അങ്കിളൻ ചോദിക്കുകയാണ്. വസന്ത പറയേ, അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. ആദ്യം ഉണ്ടായിരുന്ന പൂജയോടുള്ള എതിർപ്പിന് കാരണം സ്വന്തം ചേച്ചിയുടെ മകളാണെന്ന് പ്രിയ എന്ന് വിശ്വസിച്ചത് കൊണ്ടല്ല. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറയാണ്. അപ്പോൾ സ്നേഹ പറയുന്നതിന് എന്തെങ്കിലും ഒരു തുമ്പ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയാവോ, എങ്കിലേ പൂജച്ചിക്ക് അല്പമെങ്കിലും സമാധാനം കിട്ടൂ. ഇതുവരെ മധു വിചാരിച്ചിട്ടും പ്രിയയുടെ ഒരു കാര്യങ്ങളും ചോർത്താൻ കഴിഞ്ഞിട്ടില്ല. അവൾ വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് കാണിക്കുന്ന സ്നേഹസദനമാണ്. അവിടെ പ്രിയ ഒരു ബുക്കിൽ എന്തൊക്കെയോ എഴുതി കൊടുക്കുകയാണ്. അവൾ എഴുതുന്നിടയിൽ സ്വയം മറന്ന് ചിരിക്കുകയും എന്തൊക്കെയോ പ്രതീക്ഷയോടെ നിൽക്കുകയെന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം മധു തൊട്ട് പിന്നിൽ നിന്നിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾ ഡയറിയാണോ എഴുതുന്നത്, അതോ ഇനി വേണ്ടപ്പെട്ടവരുടെ നമ്പറോ മറ്റോ കുറിച്ചിടുകയാണ്? എന്തായാലും അടുത്തുകൂടി കാര്യങ്ങളൊന്നും അറിയണം. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പ്രിയ, നമ്മൾ വീണ്ടും ഒന്നിച്ചു ചേരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രിയ പറയാണ്, എനിക്കൊരു ഉൾവിളി ഉണ്ടായിരുന്നു, ഒന്നിച്ച് ചേരേണ്ടവർ ഒന്നിച്ച് ചേരുക തന്നെ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ മധു പറയുന്നുണ്ട്, ഓ ഭയങ്കര തത്വമാണല്ലോ നീ പറയുന്നത്. അപ്പോൾ പ്രിയ പറയാണ്, ഈ ലോകത്ത് ഒരു തത്വമേ ഉള്ളൂ, അതാണ് ജീവിതം. മോളിപ്പോൾ വലിയ ആളായി ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് മധു പറയാൻ കേട്ടോ. ഇങ്ങനെ ഓരോ തത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രിയ അവിടെ നിന്ന് പോവാൻ കേട്ടോ. അപ്പോൾ മധു ആലോചിക്കുകയാണ്, എന്താ ഇവളിപ്പോൾ പറഞ്ഞത്, ഒന്നും പിടികിട്ടുന്നില്ലല്ലോ, എല്ലാം അവളുടെ അഭിനയമായിരിക്കും, വലിയ വാചകങ്ങളൊക്കെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞ് താഴോട്ട് നോക്കുമ്പോൾ ഡയറി കാണുന്നത്. എന്തായാലും ഇതൊന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ഡയറി കയ്യിലെടുക്കുകയാണ്. പക്ഷേ മധുവിനെ അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ മനസ്സിലാക്കാൻ. അവൾ ഇന്ന് പറഞ്ഞ തത്വങ്ങൾ പോലെ എന്തൊക്കെയോ കുറേ തത്വങ്ങൾ അവൾ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. മാത്രവുമല്ല ഇത് ആര് വായിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല എന്ന നിലക്കാണ് അവളുടെ ആദ്യ എഴുത്ത്. മധുവിനാണെങ്കിലോ അതെല്ലാം വായിച്ചിട്ട് ഒന്നും പിടികിട്ടുന്നതുമില്ല കേട്ടോ. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ മധുവിനാകെ നിരാശ കേട്ടോ. അവൾ ഏറെ പ്രതീക്ഷയോടെ കേട്ടോ ആ ഡയറി എടുത്ത് വായിച്ചത്. ഇതിൽ അവൾ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാകും എനിക്ക്, പക്ഷെ അതിൽ നിന്നും ഒരു തുമ്പും അവൾക്ക് കിട്ടാതെ കൊണ്ട് അവൾക്ക് നിരാശ തോന്നി. അപ്പോൾ ഈ പ്രിയ അങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും സത്യമായിട്ട് തന്നെയാണോ? അവൾ പൂർണ്ണമായിട്ടും മാറി എന്നാ തോന്നുന്നത്, അല്ലാതെ ഇങ്ങനൊന്നും അവൾ എഴുതില്ലല്ലോ. ഇനി ജയിലിൽ കുറച്ച് പോയി കിടന്നപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇങ്ങനെ നൂറ് ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ മധുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോയത്. എന്തായാലും ഞാൻ വന്ന് ഇത്രയും നേരമായിട്ടും എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പൂജയാണെങ്കിലോ അവിടെ എൻ്റെ കോളും പ്രതീക്ഷിച്ച് നിൽക്കുകയായിരിക്കും. ഇനിയിപ്പോൾ എന്താണ് അടുത്ത വഴി എന്നൊക്കെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് സ്നേഹയും പൂജയും ജോർജുട്ടിയും കൂടി അർജുൻ്റെ ഓഫീസിലാണ് കേട്ടോ. അവിടെ ജോർജുട്ടി എന്തൊക്കെയോ ഫയലും സാധനങ്ങളും കൊണ്ടുവരാമെന്ന് നേരത്തെ തന്നെ സ്നേഹയോട് പറഞ്ഞിരുന്നു. മധു ആൻറ്റി വിളിച്ചിരുന്നോ ചേച്ചി, എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്നൊക്കെ സ്നേഹ പൂജയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, നമുക്ക് സംശയിക്കാവുന്ന രീതിയിലുള്ള പെരുമാറ്റമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല, ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. മധുവിനെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നെങ്കിലും ഒന്നും തടഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിലിനി നമുക്ക് റാണിയിലേക്ക് ശ്രദ്ധ തിരിച്ചാലോ, അവൾ എവിടെയായിരിക്കും? ഇങ്ങനെ സ്നേഹ ചോദിക്കുമ്പോൾ പൂജ പറയുന്നുണ്ട്,
അവളെ എവിടെയാണോ എന്താ ചെയ്യുന്നത് എന്ന കാര്യത്തിന് ഒരു കൃത്യതയും ഒരു വിവരവുമില്ല. എന്തായാലും അവളെയും കൂടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ മറഞ്ഞിരുന്ന് അവൾ ഇതിനുള്ള എല്ലാം പക തീർക്കുകയായിരുന്നു. കാരണം അവളുടെ മനസ്സിൽ അന്ന് അത്രയ്ക്കുമുണ്ടായിരുന്നു. അത് പൂർത്തീകരിക്കുന്നതിന് മുൻപല്ലേ അവൾ ജയിലിലായതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പൂജയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നന്ദഗോപനും അരുണിമയും കൂടി മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരവിടെ അഞ്ജനയെ കാണുകയാണ്. അപ്പോൾ അഞ്ജനയെ കൂടെ തന്നെ അവരുടെ ഹസ്ബൻഡും ആ മകനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അഞ്ജനയെ അന്വേഷിക്കുമ്പോൾ അവിടേക്ക് മുന്നോട്ട് വരുന്നത് അവളുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഞാൻ നന്ദഗോപൻ ദൂരെ നിന്ന് വരികയാണ്, എനിക്ക് അഞ്ജനയെ ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്നൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ആരാണ്, എന്തിനാണ് വന്നത്, ഞാൻ അറിയാതെ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകാനാണോ നിങ്ങൾ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അയ്യോ, നിങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് വന്നതല്ല. പക്ഷേ അവർക്ക് എന്തൊക്കെയോ പേരുള്ളിലുണ്ടായിരുന്നു കേട്ടോ. ഒരു പക്ഷേ ഹേമചന്ദ്രനും അവരൊക്കെ ഒത്തുകളിച്ചതും ആയിരിക്കാം ഇതിന് പിന്നിൽ. ഒന്നും ഒരു വ്യക്തതയില്ലായിരുന്നു. അങ്ങനെ അവരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് അഞ്ജന അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അഞ്ജനയെ കണ്ടതും അരുണിമയും നന്ദഗോപനും ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ. അവരുടെ ആ രൂപത്തിലും ഭാവത്തിലും എല്ലാമുള്ള ആ ഒരു മാറ്റം കണ്ടിട്ട്